4ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കുറയുന്ന കൂട്ടം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് മുമ്പത്തെ 2 ചാപ്റ്ററും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. കുറയുന്ന കൂട്ടം, ഇതിൽ നമ്മൾ അബാക്കസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. അതായത് നമുക്ക് അബാക്കസ് ഉണ്ടാക്കി കളിക്കുകയാണ് കിച്ചുവും കൂട്ടുകാരും. അപ്പോൾ അതിൽ ഒരു കുട്ടി എന്ത് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അബാക്കസ് എന്ന് ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ അബാക്കസിൽ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നില്ലേ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് ഓരോ മണികൾ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ അബാക്കസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളൊരു വടിയും കുറച്ച് മുത്തുകൾ, ഓരോ മുത്തുകൾ എന്ത് ചെയ്യും, കോർക്കും അല്ലേ. ഓരോ വടിയുമലും ഓരോ മുത്തുകൾ ഇട്ടിട്ട് നമ്പേഴ്സൊക്കെ ഓർഡർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അബാക്കസ് നോക്കുക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതായത് അബാക്കസിൽ ഇവിടെ 3 ലൈനും എല്ലാവരും ഓരോ മുത്തുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ലൈൻ, അതായത് ആ പെൺകുട്ടിയുടെ ഭാഗത്തെ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒറ്റ. നടുക്കിലുള്ളതിനെയോ 10, അതുപോലെ തന്നെ ഈ അറ്റത്തുള്ളതിനെ 100 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തും 10ൻ്റെ സ്ഥാനത്തും 100ൻ്റെ സ്ഥാനത്ത് എന്തായും ഓരോ മണികൾ ഇട്ടിട്ടുണ്ട് അല്ലേ. ഓരോ മണികളല്ല, അവിടെ എത്ര മണികളാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ എത്ര മണികൾ ഇട്ടിട്ടുള്ളത്, ഓരോ വടിയിലും 9 മണികളാണ് ഇട്ടിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തേൽ നോക്കൂ, അതിലും 9 മണി. മൂന്നാമത്തേലും 9 തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ്, 9. 10ൻ്റെ സ്ഥാനത്തോ 9, 100ൻ്റെ സ്ഥാനത്തും 9. അപ്പോൾ ആ 3 സംഖ്യയും കൂടെ എത്രയാണ്, 999. 999 കഴിഞ്ഞാൽ ഉള്ള സംഖ്യ ഏതാ, 1000. 1000 എന്ന് പറയുമ്പോൾ അതിൽ എത്ര സംഖ്യകളുണ്ട്, 4 സംഖ്യയുണ്ട് അല്ലേ. 1000ന് എത്ര പൂജ്യമുണ്ട്, 3 പൂജ്യം 1 1 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ എന്താ, അത് 4 അക്ക സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും ഉയർന്നിട്ടുള്ള 3 അക്ക സംഖ്യയാണെന്ത്, 999. അതായത് 999 എന്നുള്ളതാണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഇനി നമുക്ക് അതിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അബാക്കസിലെ സംഖ്യ ഏതാണ്? അപ്പോൾ ഏതാ സംഖ്യ, 999. അത് നമുക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നതെന്നുള്ളൂ. ഈ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ കിട്ടും? ഇതിൽ നിന്ന് എത്ര കുറച്ചാൽ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് വെച്ചാൽ ഏതാ നമ്പർ, അതായത് 3 അക്ക സംഖ്യ തുടങ്ങുന്നത് ഏതാണെന്ന് നോക്കാം. ഏതാ 3 അക്ക സംഖ്യ തുടങ്ങുന്നത്, 3 അക്ക സംഖ്യ അവസാനിക്കുന്നത് ഏതാ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 999. 999 ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അപ്പോൾ ഏറ്റവും 3 അക്ക സംഖ്യ തുടങ്ങുന്നതാണ് എന്ത്, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അതേതായിരിക്കും, ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ എല്ലാവരും. അതായത് നമ്മൾ 99 എന്ന് പറയുന്നത് ഏതാ, 2 അക്ക സംഖ്യയാണ് അല്ലേ. 99 കഴിഞ്ഞാലുള്ള സംഖ്യ ഏതാ, 100. 100 എന്ന് പറയുന്നത് എന്താ, 3 അക്ക സംഖ്യയാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ 99 കഴിഞ്ഞിട്ടാണ് 100 അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ, 100. അപ്പം 100 എന്നുള്ള സംഖ്യ നമുക്ക് കിട്ടണം. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള സംഖ്യ ഏതാ, 999. അത് 100 ആവാനായിട്ട് ഇതിന് എത്ര കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര കുറയ്ക്കേണ്ടി വരും, 999 എത്ര കുറച്ചാലാണ് നമുക്ക് 100 എന്നുള്ള നമ്പർ കിട്ടാമെന്ന് നമ്മൾ നോക്കണം.
ഇനി അടുത്ത് നോക്കാം, കുറച്ച് നോക്കാം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? അതായത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? അതുപോലെ 340 120 കുറച്ചാൽ എത്രയാകും? കിച്ചുവിൻ്റെ ഉത്തരം നോക്കൂ. 340 120 കുറച്ചാൽ എത്രയാകും? അപ്പോൾ രണ്ടിലും എത്രയാണ്? മൂന്നക്ക സംഖ്യയാണ് രണ്ടും അല്ലേ? അതായത് 100ൻ്റെ സ്ഥാനമാണ് കിടക്കുന്നത്. അപ്പോൾ എത്രയാണ് കുറയ്ക്കേണ്ടത്? 340 നിന്നും 12 10, അതായത് 340 അല്ലേ? 4 10 അല്ലേ? 4 10 അല്ലേ ഇവിടെ ഉള്ളത്? 340 നിന്നും 120 കുറച്ചാൽ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇത്ര 10 കുറയ്ക്കും. അപ്പോൾ 34 10 12 10 കുറച്ചാൽ പോരെ എന്നാണ് നമ്മുടെ കിച്ചു ചോദിക്കുന്നത്. അതായത് അപ്പോൾ 34 എന്ത് ചെയ്യണം? 12 10 കുറയ്ക്കുക. അതായത് 34 12 കുറച്ചാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? അതായിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അത്രേ 10 ട്ടാ. അതായത് അതിൻ്റെ ലാസ്റ്റ് എന്ത് വരും? 0 കൂടി വരും. 340 160 കുറയ്ക്കണമെങ്കിലോ ചെയ്ത് നോക്കൂ. 340 162 കുറച്ചാലോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രീതി 1. 162 എത്ര കൂട്ടിയാൽ 346 കിട്ടുമെന്ന് കണക്കാക്കിയാലും മതി. 162 + 8 = 170. അതായത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കുറയ്ക്കാനായിട്ട് നമുക്ക് അറിയുന്നില്ല.
ഇപ്പോൾ എന്താണ് 346 നിന്ന് 162 കുറയ്ക്കാനായിട്ട് നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ നമ്പർ ഉണ്ടല്ലോ 162 എന്ന് പറയുന്ന ആ നമ്പർ 346 ആവാനായിട്ട് 162ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 346 കിട്ടുക എന്നുള്ളത് നോക്കിയാലും മതി എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ 162 കൂടെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കൂട്ടാമെന്നാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള ഒരു രീതി. 162 കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 170 കിട്ടി. നമുക്ക് ഈ ഇടയിലുള്ള നമ്പറൊക്കെ കൂട്ടുമ്പോഴാണ് കുറച്ച് പണി തോന്നുക അല്ലേ. ഇങ്ങനെ 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് കൂട്ടുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് രീതി ഒന്നിൽ എന്ത് ചെയ്തു, 162 കൂടെ ആദ്യം തന്നെ 8 കൂട്ടി വെച്ചു. എന്നിട്ട് 8 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 170 കിട്ടി. എന്നിട്ട് നമുക്ക് 170 കൂടെ എത്ര കിട്ടിയാലാണ് നമ്മുടെ ഒരു 100, 200 എന്നുള്ള ആ നമ്പറിലേക്ക് എത്താൻ നോക്കുക. അപ്പം 170 കൂടെ 30 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 200 കിട്ടി. 200 കിട്ടി അല്ലേ? 200 കിട്ടി. ഇനി എത്രയും കൂടെ കൂട്ടണം? 200 കൂടെ 346 ആവാനായിട്ട് 200 കൂടെ 100 കൂട്ടിക്കഴിഞ്ഞാൽ 300ആയി. 300 കൂടെ 46 കൂട്ടിക്കഴിഞ്ഞാലല്ലേ 346 ആവാം. അപ്പോൾ നമ്മളിവിടെ എത്ര കൂട്ടണം ഇനി? 146. അതായത് 200 300 ആവാനായിട്ട് 100ഉം 300 346 ആവാനായിട്ട് 46. അപ്പം 100 + 46 കൂട്ടിയപ്പോൾ എത്ര കിട്ടി നമുക്ക്? 146. അപ്പം നമ്മുടെ 200ൻ്റെ കൂടെ 146 കൂട്ടിയപ്പോൾ നമുക്ക് 346 എന്നുള്ള നമ്പർ കിട്ടി ആൻസറായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് രീതി 2. 346 എന്ന് പറയുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ എത്രയാ? അതിൽ 3 100 ഉണ്ട്, 4 10 ഉണ്ട്, പിന്നെന്താണ് ഒറ്റസംഖ്യയായിട്ട് എടുക്കുന്ന ഏതാ? 6ആണ്. അപ്പം 346നെ 300ഉം 40ഉം 6ഉം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ അടുത്തത് 162നെയോ 100 60 2 എന്നുള്ള നമ്പറിലേക്കും മാറ്റി കൊടുത്തു. 100 60 2. അപ്പോൾ 100 60 2. ഇനി നമുക്ക് നോക്കി ഇങ്ങനെ ഒരു പാറ്റേണിലാണെന്ന് വെച്ചാൽ 100ൻ്റെ സ്ഥാനത്ത് വരുന്നത് എത്രയാ? 3, 10ൻ്റെ സ്ഥാനത്ത് 4, 1ൻ്റെ സ്ഥാനത്ത് 6. അടിയിലാണെന്ന് വെച്ചാലോ 100ൻ്റെ സ്ഥാനത്ത് 1ഉം അതുപോലെ 10ൻ്റെ സ്ഥാനത്ത് 6ഉം ഒറ്റയുടെ സ്ഥാനത്ത് 2ഉം ആണ് ഉള്ളത് അല്ലേ. ഇനി ഇങ്ങനെ മാറ്റി എഴുതിയാലോ 346 200 + 140 + 6 നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. പിന്നെ 100 + 60 + 2 146 162 എന്നുള്ള നമ്പറും കിട്ടും. ഇനി കൂട്ടാനാണെന്ന് വെച്ചാൽ നോക്കി 200 കൂടെ 300 കൂട്ടിയപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഇനി 200ൽ നിന്ന് 100 കുറച്ചപ്പോൾ 100ഉം അതുപോലെ തന്നെ 140ൽ നിന്ന് 60 കുറച്ചപ്പോൾ 80ഉം 6 കൂടെ 2 കുറച്ചപ്പോൾ 4ഉം 184 എന്നുള്ള നമ്പർ അവിടെ ഇടയിൽ കിട്ടിയത് കണ്ട. 184 എങ്ങനെ കിട്ടിയെന്ന് കണ്ട. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കണക്ക് കേട്ടത്. രീതി 2ലേക്ക് ചെയ്യുന്നതേ ഉള്ളൂ. 346ൽ നിന്ന് 162 കുറച്ചപ്പോൾ നമുക്ക് 184 കിട്ടി. 5 കുറച്ചാൽ 3. ശരിയായ ഉത്തരം ഏതാണ്? 761 - 380 ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ്? അപ്പോൾ 761ൽ നിന്ന് 380 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാം 381 നമുക്ക് കിട്ടാം. 381 നമുക്ക് ആൻസർ കിട്ടുമ്പോൾ നമുക്കത് ഏതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും? 380നും 400നും ഇടയിലാണ് നമ്മുടെ ആൻസർ വരിക. 8ൽ നിന്ന് -1 കുറച്ചാൽ 7, 88ൽ നിന്ന് 11 കുറച്ചാൽ അങ്ങനെ ഓരോ നമ്പേഴ്സും കുറയ്ക്കുന്നുണ്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ മനസ്സിലായാലും 381 കേട്ടോ ആൻസർ. കണ്ടുപിടിക്കാം, സമ്മാനം നേടാം. ഇന്നത്തെ കളിയിൽ കിച്ചുവിനും കൂട്ടുകാർക്കും ഒപ്പം കിച്ചുവിൻ്റെ ചേച്ചി അമ്മുവും കൂടി. സമ്മാനം കിട്ടാനുള്ള വഴി ആൽമരച്ചുവട്ടിലുണ്ട്. സമ്മാനം എങ്ങനെ കിട്ടും? എല്ലാവർക്കും ഞാൻ സമ്മാനം തരാം. ആൽമരച്ചുവട്ടിൽ ഒരു കടലാസ് ഉണ്ടല്ലോ എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി 3542 + 8 = 3550. അപ്പോൾ അതായത് പ്ലസ് കൂട്ടി പോവാണ്. 3550 കൂടെ 50 കൂട്ടിയാൽ എത്രയാണ്? 600 മാറും. 550 കൂടെ 50 കൂട്ടിയാൽ 3600. ഇനി 3600 കൂടെ 100 കൂട്ടിയാലോ? 600 കൂടെ 100 കൂട്ടിയാൽ 700. അപ്പോൾ 600 കൂടെ 100 കൂട്ടിയാൽ 3700. 3700 കൂടെ 98 കൂട്ടിയാലോ? 700 കൂടെ 98 കൂട്ടിയാൽ 798. അപ്പോൾ 3798. അപ്പം നമ്മൾ ആഡ് ചെയ്ത നമ്പറുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. 8 + 50 + 100 + 98. അതായത് എത്രയാ? 100 + 98 + 58.
അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടുക? 100 + 98 + 56 + 2 58 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് കേട്ടോ അത്. അപ്പം 100 + 98 കൂടെ എന്ത് ചെയ്തു? 2 ആഡ് ചെയ്ത് 100 ആക്കി +56. അപ്പോൾ എത്ര നമ്പേഴ്സ് കൂട്ടിയെന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. ഇപ്പോൾ 98 കൂടെ 2 കൂട്ടാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ 100 ആയില്ലേ? നമുക്കിങ്ങനെ 0 വരുന്ന നമ്പേഴ്സ് കൂട്ടുമ്പോഴല്ലേ എളുപ്പം. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ടുള്ളതാട്ടോ ഇത്. അപ്പോൾ നോക്കിയേ, ഇതിൽ ഓരോ 1000, 100, 10, 1. അപ്പോൾ ഓരോ നമ്പേഴ്സിനും കണ്ട നമ്പർ ഇട്ടിരിക്കുന്നത്. 5849-ഉം 2617-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1000, 100, 10, 1. 5849-ഉം 2617-ഉം ഇവിടെ കുറച്ചാൽ മതി നമുക്ക്. എങ്ങനെ കുറയ്ക്കുക? 9-ൽ നിന്ന് 7 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. 4-ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. 8-ൽ നിന്ന് 6 കുറച്ചാൽ 2 കിട്ടും. 5-ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടും. നമ്മുടെ ആൻസറായിട്ട് വരുന്നത് കിട്ടിയ സംഖ്യ ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും. റീഡിങ് കുറയ്ക്കുക. അപ്പം നമുക്ക് 611 ആ ബോക്സിൽ. അപ്പോൾ നമ്മളോട് നമുക്ക് നോക്കാതിട്ടുള്ളത്, ഞാൻ എഴുതിയത് -1000, -100, -10, -1 എന്നിവ ചേരുന്ന സംഖ്യ എന്താണ്? ബോക്സിന്റെ ആൻസർ ആയിട്ട് 611 എന്നുള്ളത്. ഡാഷ് എന്നിവ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണ്? 1970 രണ്ട് സംഖ്യകളും കുറച്ചാലും കൂട്ടിയാലും എത്രയായിരിക്കും എന്നുള്ളതാട്ടോ ഇത് ആൻസർ വരുന്നത്. അത് ചെയ്ത് ഞാൻ ആദ്യം കാണിച്ചു തരാം. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ബോക്സ് ഒഴിവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ റീഡിങ് നമുക്ക് തരാതെ എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് മുമ്പത്തെ റീഡിങ് തന്നിട്ടുണ്ട് അല്ലേ? ഫെബ്രുവരിയിലെ റീഡിങ് തന്നിട്ടുണ്ട്. ഏപ്രിലെ റീഡിങ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിലെ റീഡിങ് കിട്ടും. ഇനി ഏപ്രിൽ റീഡിങ് തന്നിട്ടുണ്ട്, ഫെബ്രുവരിയിൽ റീഡിങ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറയ്ക്കണം. 4878 അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 4 ആൻസറായിട്ട് വരുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ആൻസറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് എത്രയാണ്? 3000, 2 100, പിന്നെയോ 3 10, പിന്നെ ഒറ്റ സംഖ്യയുടെ സ്ഥാനത്ത് എത്രയാണ്? 2 എന്നുള്ളതാട്ടോ ആൻസർ വരാം. സമ്മാനം 2837-ൻ്റെയും 524-ൻ്റെയും വ്യത്യാസം എത്രയാണ്? എല്ലാവർക്കും അബാക്കസ് സമ്മാനം. വ്യത്യാസം അബാക്കസിൽ കാണിച്ചാലോ? അപ്പം ഫസ്റ്റത്തേൽ എന്ത് ചെയ്യണം? 3 മണികളിടണം. പിന്നെ രണ്ടാമത്തേൽ എത്ര മണി? ഫസ്റ്റത്തേൽ 2 മണികളിടണം. രണ്ടാമത്തേൽ 3 മണികളിടണം. അതിനുശേഷം 1 മണി ഇടണം. പിന്നെ ഏറ്റവും ലാസ്റ്റത്തേൽ 3 മണികളാണ് ഇടേണ്ടത്. അതായത് 1000-ൻ്റെ സ്ഥാനത്ത് 2 മണിയും 100-ൻ്റെ സ്ഥാനത്ത് 3 മണിയും 10-ൻ്റെ സ്ഥാനത്ത് 1 മണിയും പിന്നെന്താണ് ഒറ്റയുടെ സ്ഥാനത്ത് 3 മണിയുമാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്ത് കിട്ടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വൈദ്യുത ബില്ല് ഇത്തവണ റീഡിംഗ് കൂടുതലാണ്, അപ്പോൾ തുകയും കൂടുമല്ലോ. ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യണം. കിച്ചുവിൻ്റെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് 4526. മുൻ റീഡിംഗ് 3845. കിച്ചുവിൻ്റെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കണക്കാക്കിയ രീതി നോക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ റീഡിംഗ് എത്രയായിരുന്നു? മുമ്പുണ്ടായത് 4526. അല്ല, ഇപ്പോഴത്തെ റീഡിങ്ങാണ് 4526. മുൻ റീഡിങ് 3845. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ. നോക്കി നോക്കാം നമുക്ക്. ഇതാണ് കേട്ടോ 4526-ൽ നിന്ന് 3845. 3845-ൽ നിന്ന് പിന്നെന്താണ് 5 യൂണിറ്റ് കൂടി, പിന്നെയോ 50 യൂണിറ്റ് കൂടി, പിന്നെ 100 യൂണിറ്റും കൂടി. അങ്ങനെ മൊത്തം എത്രയായി ഇപ്പോൾ? 526. അതായത് 4526 യൂണിറ്റായി മാറി. അപ്പോൾ ഇതാ രീതി 1, രീതി 2 ഇവിടെ തന്നിട്ടുണ്ട്. രീതി 2 എന്ന് വെച്ചാൽ 4000 + 500 + 20 + 6, 3000 + 800 + 40 + 5.
അതായത് 4526 ഇപ്പോഴത്തെ റീഡിങ്. മുൻപത്തെ 3845. അതായത് ഇതിൻ്റെ ഇടയിൽ എത്ര യൂണിറ്റാണ് അവർക്ക് കൂടിയത്? 681 യൂണിറ്റാണ് അവർക്ക് എന്ത് ചെയ്തത്? ഈ മാസം കൂടിയത്. അപ്പോൾ അവർക്ക് കൂടിയിട്ടുള്ള ബില്ല് 681. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്തും 100ൻ്റെ സ്ഥാനത്തും 10ൻ്റെ സ്ഥാനത്തും 1ൻ്റെ സ്ഥാനത്തൊക്കെ മുമ്പത്തെ റീഡിങ്ങും അതുപോലെ തന്നെ ഇപ്പോഴത്തെ റീഡിങ് അവർ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ റീഡിങ് ഇപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ആയി എന്നുള്ളത് കിട്ടും. ഇനി അടുത്ത് നോക്കാം മീറ്റർ റീഡിങ്. കിച്ചുവിൻ്റെയും കൂട്ടുകാരുടെ വീടുകളിലെ മീറ്റർ റീഡിങ് ചുവടെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. ചിപ്പിയുടെ റീഡിങ് തന്നിട്ടുണ്ട് 4215 ഫെബ്രുവരി മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിൽ 4826. അപ്പോൾ 2 മാസത്തെ വൈദ്യുതി ഉപയോഗം എത്രയാണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? 4826 4215. ഈ 4826 നിന്ന് നമ്മുടെ ഫെബ്രുവരി മാസത്തെ ബില്ല് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അതെങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. സർക്കസ്. അച്ഛാ നമുക്കിന്ന് സർക്കസ് കാണാൻ പോയാലോ? വൈകുന്നേരം പോവാം. ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് 90 രൂപ, മുതിർന്നവർക്ക് 180 രൂപ. അപ്പോൾ സർക്കസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെന്ന് വെച്ചാൽ എത്രയാണ്? 90 രൂപയും അതുപോലെ തന്നെ മുതിർന്നവർക്ക് 180 രൂപയുമാണ് നിരക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ കിച്ചുവും കുടുംബവും സർക്കസ് കൂടാരത്തിലെത്തി. ടിക്കറ്റ് എടുത്തു. 4 പേരുടെ ടിക്കറ്റിന് എത്ര രൂപയായി? 500 രൂപയുടെ 2 നോട്ട് കൗണ്ടറിൽ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടി എന്നും ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടിക്ക് എത്ര രൂപയാണ്? 90 രൂപയാണ് ഒരു ടിക്കറ്റിന്. അപ്പോൾ 2 കുട്ടികളായിട്ടല്ലേ ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ 90 കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? 180. അപ്പോൾ 2 കുട്ടികളെ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ എത്രയായി? 180 രൂപയായി. പിന്നെ ഉള്ളത് മുതിർന്നവർ 2 ആളുകളാണുള്ളത്. മുതിർന്നവർ 2 ആളെന്ന് വെച്ചാൽ എത്രയാണ്? ഒരു ടിക്കറ്റിന് 180 രൂപ. അപ്പോൾ 2 പേരെ ടിക്കറ്റ് കാണാൻ എന്ത് ചെയ്യണം? 180 കൂടെ 180 കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുക 360. അപ്പോൾ നമ്മൾ നേരത്തെ കുട്ടികളെ ടിക്കറ്റ് എടുത്ത് വെച്ചപ്പോൾ എത്രയായിരുന്നു? 180. ഇപ്പം മുതിർന്നവരുടെ 2 ടിക്കറ്റ് എടുത്തപ്പോഴോ 360. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 540 നമുക്ക് കിട്ടുന്ന എമൗണ്ട്. 540 540 മൊത്തം ചിലവായിട്ടുള്ള തുക. അപ്പോൾ 2 500ൻ്റെ നോട്ട് കൊടുത്താൽ ബാക്കി എത്ര രൂപയാണ് തിരിച്ചു തരാം? 2 500 നോട്ട് കൊടുത്തപ്പോൾ 500 രൂപ ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഒരു നോട്ട് ഫുൾ അവർ എടുത്തു, എല്ലാവർക്ക് വേണം. പിന്നെ 40 രൂപയും കൂടെ അല്ലേ കൊടുക്കേണ്ടതുള്ളൂ. അതിന് പകരം ഒരു 500ൻ്റെ നോട്ട് കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എത്ര രൂപ കിട്ടും? 500ന്ന് 40 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 460 രൂപയാണ് നമുക്ക് തിരിച്ച് തരാം. അപ്പോൾ 4 പേരുടെ ടിക്കറ്റിൻ്റെ വില 540. 2 500 രൂപ കൊടുത്തപ്പോൾ ബാക്കി നമുക്ക് തന്ന പൈസ എത്രയാണ്? 460 രൂപ. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ വരുന്നത്. ഇതിൻ്റെ 2 രീതികൾ നമുക്ക് 2 രീതികളിലായിട്ടും ചെയ്യാമെന്നിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ രീതി
എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 1000 മൈനസ് 540. 540 എന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും ടിക്കറ്റിൻ്റെ പൈസ കൂട്ടിയപ്പോൾ നമുക്ക് 540 കിട്ടി. അപ്പോൾ 1000-ൽ നിന്ന് 540 കുറയ്ക്കണം അല്ലേ. 1000-ൽ നിന്ന് 540 കുറച്ചപ്പോൾ എത്ര കിട്ടി നമുക്ക്? 540-ൽ നിന്ന് 600 ആവാൻ എത്ര വേണം? 60 കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ അവിടെ ഒരു 60 ഉണ്ട് അല്ലേ. 60 രൂപ നമുക്ക് തരാനുണ്ട്. 540 രൂപ വേണം. 500 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 540 രൂപയിൽ നിന്ന് 60 രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? അപ്പോൾ 540 എന്നുള്ളത് അതിൽ കൂടെ 60 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയായി? 600 രൂപയായി. പിന്നെ 1000 രൂപ ആവാൻ എത്രയും കൂടെ കൂട്ടണം? 600ൽ കൂടെ 400 കൂട്ടണം അല്ലേ. 600ൽ കൂടെ 100 കൂട്ടിയാൽ 600 1000 ആവാനായിട്ട് 700, 800, 900, 1000 നമ്മൾ ഓരോ വിരലിലെടുത്ത് എണ്ണി പഠിക്കാം. അപ്പോൾ എത്രയാണ്? 400 രൂപ കൂടെ കൂട്ടിയാൽ എത്രയായി? 1000 രൂപയായി. അപ്പം മൊത്തം നമുക്കിനി തിരിച്ചു തരേണ്ടത് എത്രയാണ്? 400 പിന്നെ ഒരു 60 രൂപയും കൂടി. അപ്പോൾ എത്രയായി? 460 രൂപയാണ് നമുക്ക് തിരിച്ചിങ്ങോട്ട് തരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? 1000-ൽ നിന്ന് ചിലവായിട്ടുള്ള പൈസ എന്ത് ചെയ്യുക? കുറയ്ക്കാം. നമുക്ക് എല്ലാവർക്കും കുറയ്ക്കാൻ അറിയില്ലേ? കുറയ്ക്കാൻ അറിയാത്തവരാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ കൃത്യമായിട്ട് എങ്ങനെ കുറയ്ക്കണ്ടേന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്താൽ 540 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 460 എന്നുള്ള ആൻസർ കിട്ടും. നമ്മൾ ഓരോ ദിവസവും കുറച്ച് സംഖ്യകൾ വീതം കുറച്ച് പഠിക്കും. പിന്നെ അടുത്തത് നോക്കാം. നോട്ടുകൾ, നാണയങ്ങൾ. സർക്കസ് കാണാൻ പോയപ്പോൾ ബാക്കി കിട്ടിയ രൂപയും നോട്ടുകളും നാണയങ്ങളും എഴുതുക. 460 രൂപയാണ് ബാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 200-ൻ്റെ നോട്ടും ഒരു 50-ൻ്റെ നോട്ടും പിന്നെ എത്രയാണ്? 5-ൻ്റെ കോയിനും പിന്നെയോ 5-ൻ്റെ ഒരു നോട്ടും. എത്ര നോട്ടുകൾ? 1 2 3 4 നോട്ട്. എത്ര നാണയങ്ങൾ? 1 നാണയങ്ങൾ. അതാണ് അതിൻ്റെ ആൻസർ. 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും മാത്രമായിരുന്നെങ്കിൽ എത്ര നോട്ടുകൾ കിട്ടുമായിരുന്നു? 100 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകളായിരുന്നെങ്കിൽ 100 രൂപ 400 രൂപയാവാനായിട്ട് എത്ര 100-ൻ്റെ നോട്ടുകൾ വേണം? 4 100-ൻ്റെ നോട്ട്. അപ്പോൾ എത്രയാണ്? 400 രൂപയായി. പിന്നെ 60 രൂപയ്ക്ക് എത്രയാണ്? 6 10-ൻ്റെ നോട്ട്. അപ്പോൾ 100-ൻ്റെ 4 നോട്ടും 10-ൻ്റെ 6 നോട്ടും. ഈ തുക 10 നോട്ടുകളായി. അപ്പോൾ ഈ തുക 10 നോട്ടുകളാക്കി കൊടുക്കാൻ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം എടുക്കണം? 10 നോട്ടുകളാക്കി കൊടുക്കാനായിട്ട് 4 100-ൻ്റെ നോട്ടും 6 10-ൻ്റെ നോട്ടും 460 രൂപ. അപ്പം 4 100-ൻ്റെ നോട്ടും 6 10-ൻ്റെ നോട്ടും കൊടുത്തു കഴിഞ്ഞാൽ 10 നോട്ടുകളായി. നമ്മുടെ എമൗണ്ടും 460 രൂപയായി. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സമ്പാദ്യം. ഇന്ന് കളി നോട്ടുകൾ കൊണ്ട് കളിച്ചാലോ? ഞാൻ റെഡി. കിച്ചുവും മിന്നുവും കളിനോട്ട് ഉപയോഗിച്ച് ബാങ്ക് കളിക്കുകയാണ്. പാസ്ബുക്കിൽ എഴുതിയ സംഖ്യകൾ നോക്കൂ. പേര് കിച്ചു. നിലവിലുള്ളത് എത്ര തുകയാണ്? 5484. 5484 പിൻവലിച്ചത് 3295.